بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعد الله لا يخلف الله وعده ولكن أكثر الناس لا يعلمون ظاهرا من الحياة الدنيا وهم عن الآخرة هم غافلون صدق الله العظيم إنما الأعمال بالنيات وإنما لامرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه صدق رسوله النبي الكريم സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിമാരിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ ഖലീഫയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടി തങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങളുമായി ഇറങ്ങി സഞ്ചരിച്ചപ്പോൾ ജനങ്ങൾ പല നിലയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം അർവാ ബിൻത് അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ വന്നു. ഈ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അർവാ ബിൻത് അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ എത്തിപ്പെട്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട മാത്രയിൽ തന്നെ ചിന്തിക്കാൻ തുടങ്ങി. ഇദ്ദേഹം നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് എത്ര അംഗീകാരമുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. സത്യസന്ധനെന്നും വിശ്വസ്തനെന്നും ജനങ്ങളുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നയാളും ഒരു പുതിയ കാര്യവും പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി തിരിച്ചപ്പോൾ ജനങ്ങൾ എന്തൊക്കെയായി ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ചിന്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി പങ്കുവച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വലിയ അംഗീകാരമുള്ളയാളായിരുന്നു. നിങ്ങൾ ഈ പുതിയ കാര്യം ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾ നിങ്ങളെ കുറിച്ച് പല ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടിയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിലേക്ക് ആ വചനം തറച്ചു കയറി അദ്ദേഹത്തിന്റെ ശരീരമൊക്കെ രോമാഞ്ച പുളകിതമായി രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകൻ അതിനുശേഷം ഓതിക്കൊടുത്തു ഇത്രയും പറഞ്ഞിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു. അർവാ ബിൻത് അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ ഹിദായത്തിന്റെ പ്രകാശ കിരണങ്ങൾ പ്രകമ്പനം കൊണ്ടിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബിയുടെ പിന്നാലെ കൂടിയിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ദിന്നൂറൈൻ എന്നാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അറിയപ്പെടുന്നത്. രണ്ട് പ്രകാശത്തിന്റെ ഉടമ. എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്തിരുന്നു.
ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയ കുബേര കുടുംബത്തിൽ ജനിച്ച വലിയ സമ്പന്നനായിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പെൺമക്കളെ റുഖിയ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടുപേരെയും അല്ലാഹുവിന്റെ പ്രവാചകന്റെ നബുവത്തിന് മുമ്പാണ്, പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പാണ് വിവാഹം ചെയ്ത് അയച്ചത്. ആർക്കാണ് വിവാഹം ചെയ്തു കൊടുത്തത്? അബൂലഹബിന്റെ രണ്ട് ആൺമക്കൾക്ക്. റുഖിയ റളിയല്ലാഹു അൻഹായെ അബൂലഹബിന്റെ മകനായ ഉത്ബയ്ക്ക്, ഉമ്മു കുൽസൂമിനെ അബൂലഹബിന്റെ മകനായ മറ്റൊരു മകൻ ഉത്തൈബയ്ക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധന പ്രവർത്തനവുമായി ആദ്യം കുടുംബക്കാരെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അവരോട് ഉത്ബോധന പ്രസംഗം നടത്തി. അബൂലഹബും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദ ജമഅതന, ഏ മുഹമ്മദേ, നീ നശിച്ചു പോകട്ടെ, ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്. ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂലഹബ് പറഞ്ഞ അതേ വാക്കുകൊണ്ട് ആക്ഷേപിച്ച് അബൂലഹബിനെതിരെ അല്ലാഹു ഒരു അധ്യായം തന്നെ അവതരിപ്പിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാറൻ ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد തബ്ബത് യദാ അബീ ലഹബിൻ, അബൂലഹബിന്റെ രണ്ട് കരങ്ങളും നശിക്കട്ടെ. വതബ്ബ്, അവൻ നശിച്ചു. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ, അവന്റെ സമ്പത്തും അവന്റെ സമ്പാദ്യവും ഉപകാരപ്പെട്ടില്ല. സയസ്ലാ നാറൻ ദാത ലഹബ്, ജ്വലിക്കുന്ന നരകാഗ്നിയിൽ അവൻ പ്രവേശിക്കും. വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്, വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യ ഉമ്മു ജമീലും. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്, അവരുടെ കഴുത്തിൽ ഈന്തപ്പന നാരിനാലുള്ള കയറുണ്ടായിരിക്കും. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ പ്രവാചകൻ വഴിതടസ്സം സൃഷ്ടിക്കുന്നതിന് വേണ്ടി മലമ്പ്രദേശങ്ങളിലും വനാന്തരങ്ങളിലും പോയി മുള്ളും വിറകുകളും ശേഖരിച്ച് കയറിൽ കെട്ടി അത് നബിതങ്ങൾ നടക്കുന്ന വഴിയോരത്ത് കൊണ്ടുവന്നിട്ട് വഴി തടസ്സം സൃഷ്ടിക്കുമായിരുന്നു. ഈ സൂറത്ത് അവതീർണമായപ്പോ അബൂലഹബിന്റെ മകൻ ഉത്ബയാണ് എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മകൾ റുഖിയയെ തലാഖ് ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മറ്റൊരു മകളായ ഉമ്മു കുൽസൂമിനെ ഉത്തൈബ, അബൂലഹബിന്റെ മറ്റൊരു മകനും തലാഖ് ചെയ്തു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ രണ്ട് മക്കൾ, രണ്ട് പെൺകുട്ടികൾ വിവാഹബന്ധം വിച്ഛേദിക്കപ്പെട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മകളായ റുഖിയ റളിയല്ലാഹു അൻഹായെ വിവാഹം ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നു. വിവാഹം ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ ആദ്യ സന്ദർഭത്തിൽ എത്യോപ്യയിലേക്ക്, ഹബശയിലേക്ക് പലായനം ചെയ്യാൻ അനുവാദം കൊടുത്തപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹബശയിലേക്ക് ഹിജ്റത്ത് ചെയ്തു പോയി. അക്കൂട്ടത്തിൽ റുഖിയ റളിയല്ലാഹു അൻഹായും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മദീനയിൽ മടങ്ങിയെത്തി. റുഖിയ റളിയല്ലാഹു അൻഹ വഫാത്തായി കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഉമ്മു കുൽസൂം എന്ന് പറയുന്ന മകളെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുത്തു. ഈ ഉമ്മു കുൽസൂമും അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതകാലത്ത് തന്നെ വഫാത്തായി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, എനിക്ക് 10 പെൺമക്കളുണ്ട്. ആ 10 പെൺമക്കളും ഓരോ പെൺമക്കള് മരിക്കുന്ന സന്ദർഭത്തിലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടുത്ത മക്കളെ വിവാഹം ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ എന്റെ ആ മക്കളെ ഞാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുക്കുമായിരുന്നു. അങ്ങനെ നബിതങ്ങളുടെ 2 പെൺമക്കളെ റുഖിയ റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ,
ഈ രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്തത് കൊണ്ടാണ് ദുന്നൂറയും രണ്ട് പ്രകാശത്തിന്റെ ഉടമ എന്ന അപരനാമം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പലവട്ടം ധാരാളമായി വിവരിച്ചിട്ടുണ്ട്. മുസ്ലിം ഷരീഫിന്റെ റിവായത്തിൽ കാണാം, ഒരിക്കൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, അലാ യസ്തഹീ മിൻഹുൽ മലായിക. അറിയണം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മലക്കുകൾ വരെയും ലജ്ജിക്കുന്നു. അത്രയും വലിയ ലജ്ജയുടെ പ്രതീകമായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. മറ്റൊരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുകയുണ്ടായി, ഇന്ന ലികുല്ലി നബിയ്യിൻ റഫീഖൻ വറഫീഖി യഅനി ഫിൽ ജന്ന ഉസ്മാൻ. എല്ലാ പ്രവാചകന്മാർക്കും കൂട്ടുകാരുണ്ടായിരിക്കും, സ്വർഗ്ഗത്തിൽ എന്റെ കൂട്ടുകാരൻ ഉസ്മാനായിരിക്കും റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഇത്രയും നന്നായി വർണ്ണിച്ചത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെയും പ്രവാചകന്റെ ദീനിന്റെയും വലിയ സഹായിയായിരുന്നു. മക്കയിൽ നിന്നും മദീനയിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകനും സഹാബിമാരും ഹിജ്റത്ത് ചെയ്തു പോയപ്പോൾ അന്ന് മദീനയിൽ ഒരു കിണറ ഉണ്ടായിരുന്നത്. ബീർ റൂമ എന്നാണ് ആ കിണറിന്റെ പേര്. ആ ഒരു കിണറ്റിൽ നിന്നാണ് മദീനാവാസികളെല്ലാം വെള്ളം കോരിയിരുന്നത്. ആ കിണറാണെങ്കിൽ ഒരു യഹൂദിയുടെ പുരയിടത്തിലായിരുന്നു, യഹൂദിയുടെ നിയന്ത്രണത്തിലായിരുന്നു. മക്കയിൽ നിന്നും മദീനയിലേക്ക് മുസ്ലിമീങ്ങൾ ഹിജ്റത്ത് ചെയ്തു വന്നപ്പോൾ ഈ യഹൂദി അവർക്ക് ഫ്രീ ആയി വെള്ളം കൊടുക്കാൻ തയ്യാറായി. യഹൂദികളാണ് എങ്കിൽ അവസരം കിട്ടുമ്പോൾ കുതന്ത്രത്തിന്റെയും ചതിയുടെയും പാരമ്പര്യയിൽ എത്തുന്നവരാണ്. മുസ്ലിമീങ്ങളിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് വെള്ളം കൊടുക്കുന്നത്. മുഹാജിരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കയിൽ അവരുടെ മുഴുവൻ ഭൂസ്വത്തുക്കളും മുഴുവൻ സമ്പത്തും ഉപേക്ഷിച്ചുകൊണ്ട് ദീനിനു വേണ്ടി മാത്രം മദീനയിലേക്ക് ചേക്കേറിയവരാണ്. അവരുടെ കരങ്ങളിൽ എങ്ങനെയാണ് പൈസ കൊടുത്ത് വെള്ളം വാങ്ങാൻ കഴിയുന്നത്? സാഹചര്യവും സന്ദർഭവും മനസ്സിലാക്കിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ യഹൂദിയിൽ നിന്ന് വിലക്ക് കിണർ വാങ്ങി മുസ്ലിമീങ്ങൾക്ക് സംഭാവനയായി നൽകാൻ വേണ്ടി തീരുമാനിച്ചു. യഹൂദിയുടെ അടുക്കൽ ചെന്നു. യഹൂദിയാണ് എങ്കിൽ വില പറഞ്ഞിട്ട് കൊടുക്കാൻ തയ്യാറാകുന്നതിൽ അവസാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹു 12,000 ദിർഹം പറഞ്ഞു. യഹൂദി പറഞ്ഞൊരു കാര്യം ചെയ്യാം, 12,000 ദിർഹമിന് ഞാൻ എന്റെ കിണറ്റിന്റെ പകുതി നിങ്ങൾക്ക് വിൽക്കാം. അതായത് ഒരു ദിവസം ഈ കിണറ്റിലെ വെള്ളം മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തു വന്ന മുഹാജിരീകൾക്കും നിങ്ങളുടെ കൂട്ടുകാരായ ഈ രാജ്യത്ത് താമസിക്കുന്ന മുസ്ലിമീങ്ങൾക്കും ഉപയോഗിക്കാം. ആ ദിവസം ഞങ്ങൾ ആരും ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരില്ല. രണ്ടാമത്തെ ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവാദമില്ല, അഥവാ നിങ്ങൾ ഉപയോഗിക്കുന്നു എങ്കിൽ പൈസ നൽകേണ്ടി വരും. അങ്ങനെ കിണറ്റിന്റെ പകുതി വിൽപ്പന നടത്തി. യഹൂദി പ്രതീക്ഷിച്ചു രണ്ടാമത്തെ ദിവസം എങ്ങനെയാണെങ്കിലും മുസ്ലിമീങ്ങൾക്ക് വെള്ളത്തിന്റെ ആവശ്യം വരുമ്പോൾ പൈസ തന്ന് വെള്ളം വാങ്ങുമല്ലോ, കുറച്ച് പൈസയെങ്കിലും കിട്ടുമല്ലോ. ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞിട്ടും യഹൂദിയുടെ ആഗ്രഹപ്രകാരം മുസ്ലിമീങ്ങൾ ആരും തന്നെ വില കൊടുത്ത് വെള്ളം വാങ്ങാൻ തയ്യാറല്ല. അവരുടെ ഊഴത്തിൽ തന്നെ അവർ പിറ്റേ ദിവസത്തേക്ക് ആവശ്യമായ വെള്ളം തോൽപാത്രങ്ങളിലും പാത്രങ്ങളിലും ശേഖരിച്ചു വെക്കുമായിരുന്നു. യഹൂദിക്ക് മനസ്സിലായി തനിക്ക് അമളി പറ്റിയിരിക്കുകയാണ്. അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അടുത്ത പകുതി കൂടി ഞാൻ വിൽക്കാൻ തയ്യാറാണ്, ഒരു 8,000 ദിർഹം കൂടി നൽകിയാൽ മതി. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 8,000 ദിർഹം കൂടി നൽകി ആ കിണറിന്റെ അടുത്ത പകുതി കൂടി വാങ്ങി മുസ്ലിമീങ്ങൾക്ക് സംഭാവനയായി നൽകി. അങ്ങനെ മൊത്തം 20,000 ദിർഹമിന് ഒരു കിണർ വാങ്ങി മുസ്ലിമീങ്ങൾക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ വേണ്ടി ഫ്രീ ആയി ഉസ്മാൻ റളിയല്ലാഹു അൻഹു നൽകുകയുണ്ടായി. ഇങ്ങനെ ആതുര സേവന പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം മുന്നിട്ട് നിന്ന സഹാബിയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ദീനിന്റെ ആവശ്യങ്ങൾ വരുമ്പോൾ
ഉസ്മാൻ റളിയല്ലാഹു അൻഹു ധാരാളം സമ്പത്തുകൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സവിധത്തിൽ ഒരുമിച്ച് കൂട്ടുമായിരുന്നു. തബൂക്കിന്റെ സന്ദർഭത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന സമ്പത്ത് കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെ പറയുകയുണ്ടായി, ഉസ്മാനിന് ഇതിന് ശേഷം ഈ ഒന്നിന്റെയും ആവശ്യമില്ല. ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ് ചരിത്ര പ്രസിദ്ധമായ ബൈഅത്തുർ റിദ്വാൻ നടക്കുന്നത്. ഹിജ്റ 6-ാം വർഷം അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു സ്വപ്നം കണ്ടു. തങ്ങളും തങ്ങളുടെ അനുയായികളും ഉംറ ചെയ്യുന്നതാണ് സ്വപ്നത്തിൽ കാണുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സഹാബിമാരെ സന്നദ്ധമാക്കി 1400ഓളം പേര് തയ്യാറായി. അവരെയും കൂട്ടി മക്കയിൽ നിന്നും മക്കയിലേക്ക് ഉംറ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. ഹുദൈബിയ എന്ന് പറയുന്ന പ്രവിശ്യയിൽ അവർ തമ്പടിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മക്കക്കാരോട് വിവരം ധരിപ്പിക്കാൻ വേണ്ടി ദൂതനായി അയച്ചു. ഞങ്ങൾ ഒരിക്കലും യുദ്ധം ചെയ്യാൻ വന്നതല്ല, ഞങ്ങൾ ഉംറ നിർവഹിക്കാൻ വന്നതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കക്കാരുടെ അടുക്കൽ വിവരം ധരിപ്പിക്കാൻ വേണ്ടി പോയി. ഇതിന്റെ ഇടയിൽ ഒരു കിംവദന്തി പരന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മക്കക്കാർ വധിച്ചിരിക്കുകയാണ്. ദൂതനെ വധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നും എന്നും വളരെ ക്രൂരമായ, വളരെ ഗുരുതരമായ പാതകമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വൃക്ഷത്തിന്റെ ചോട്ടിൽ ഈ മുഴുവൻ സഹാബിമാരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ഉടമ്പടി ചെയ്തു. ഇതിന് പ്രതികാരം ചെയ്യാതെ നമ്മൾ ആരും മടങ്ങിപ്പോകുന്ന പ്രശ്നമേ ഇല്ല. വേരോടെ ഇവരെ എല്ലാവരെയും നമ്മൾ കൈകാര്യം ചെയ്യും. ഓരോരുത്തരും തങ്ങളുടെ കയ്യിൽ പിടിച്ച് ഉടമ്പടി ചെയ്തു. ആ സംഘത്തിലുണ്ടായിരുന്ന ഉസ്മാൻ, അദ്ദേഹത്തിനെയാണല്ലോ വധിക്കപ്പെട്ടത് എന്ന് അറിയുന്നത്. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സംഘത്തിലുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ തങ്ങളുടെ വലത് കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, ഇത് എന്റെ കരങ്ങളാണ്. എന്നിട്ട് ഇടത് കൈയിൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇടത് കൈ ഉസ്മാനിന്റെ കൈയാണ്, ഞാൻ ഉസ്മാനുമായി ഉടമ്പടി ചെയ്തു. ഈ സംഭവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ശരീഫിൽ അങ്ങനെ തന്നെ എടുത്തു പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ അന്ന് പോയി എല്ലാവരും പ്രവാചകനെ ആ വിഷയത്തിൽ ഉടമ്പടി ചെയ്യാൻ തയ്യാറായി. لقد رضي الله عن المؤمنين إذ يبايعونك تحت الشجرة فعلم ما في قلوبهم فأنزل السكينة عليهم وأثابهم فتحا قريبا لقد رضي الله عن المؤمنين തീർച്ചയായും അല്ലാഹു മുഅ്മിനീങ്ങളിൽ നിന്ന് തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇത് യുബായിഊനക തഹത അശ്ശജറതി, വൃക്ഷത്തിന്റെ ചോട്ടിൽ വെച്ച് അങ്ങയുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്ത മുഅ്മിനീങ്ങളായ സഹാബിമാർ അല്ലാഹു അവരുടെ ഹൃദയങ്ങളിലുള്ള യാഥാർത്ഥ്യത്തെ കൃത്യമായി അറിഞ്ഞിരിക്കുന്നു. അല്ലാഹു അടുത്ത് തന്നെ അവർക്ക് വിജയം നൽകുകയും ചെയ്യും. ഈ ഹുദൈബിയയിൽ നടന്ന സന്ധി വ്യവസ്ഥകളാണ് യഥാർത്ഥത്തിൽ മക്കാ വിജയത്തിന് കാരണമായത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകന് അത്രയും വലിയ അഭേദ്യമായ ബന്ധമായിരുന്നു. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, لقد رأيت رسول الله صلى الله عليه وسلم من أول الليل إلى أن طلع الفجر رافعا يديه يدعو لعثمان اللهم عثمان إني رضيت عنه فارض عنه. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു രാത്രി അല്ലാഹുവിന്റെ പ്രവാചകനെ ഞാൻ കാണാനിടയായി. രാത്രിയുടെ തുടക്കം മുതൽ അവസാനം വരെയും പ്രഭാതം ഉദിക്കുന്നത് വരെയും അല്ലാഹുവിന്റെ പ്രവാചകൻ തങ്ങളുടെ ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. اللهم عثمان الله يا عثمان قد رضيت عنه ഞാൻ ഉസ്മാനിൽ നിന്ന് തൃപ്തനാണ് ഫർദ അൻഹു നീയും ആ ഉസ്മാനിന്റെ വിഷയത്തിൽ തൃപ്തനാകണമേ.
അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രാത്രി മുഴുവൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ തങ്ങളുടെ വഫാത്തിന് ശേഷവും ദീനിന് ധാരാളം പ്രയോജനങ്ങൾ ഉണ്ടാക്കി. ഫാറൂഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി കഴിഞ്ഞപ്പോൾ വഫാത്തിനോട് അടുത്ത സന്ദർഭത്തിൽ 6 പേരടങ്ങുന്ന ഒരു സംഘം എടുത്തു. നിങ്ങൾ ഒരുമിച്ച് കൂട്ടി നിങ്ങളിൽപ്പെട്ട ഒരാളെ ഖലീഫയായി തീരുമാനിക്കും. ഉസ്മാൻ, അലി, അബ്ദുറഹ്മാൻ, സുബൈർ ഇബ്നുൽ അവ്വാം, തൽഹ, ഇങ്ങനെ 6 പേരെ ചുമതലപ്പെടുത്തി. അവരാണെങ്കിൽ കൂടിയാലോചിച്ചു. 3 രാത്രികൾ ആലോചിച്ച് 4ാമത്തെ പകലായപ്പോ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്മാനാണ് ഇതിന് യോഗ്യൻ. എല്ലാവരും ഉസ്മാനിനെ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി തയ്യാറായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 12 വർഷമാണ് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധികാരത്തിൽ വാഴുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ധാരാളം സേവനങ്ങൾ അദ്ദേഹം ചെയ്യുകയുണ്ടായി. അദ്ദേഹം ചെയ്ത ഇന്നും നിലനിൽക്കുന്ന സേവനമാണ് ഖുർആനിനെ മുസ്ഹഫിൽ ഒരുമിച്ച് കൂട്ടി എന്നത്. ഖിലാഫത്ത് കാലത്ത് ഖുർആൻ ഒരുമിച്ച് കൂട്ടിയത് പലകക്കഷണങ്ങളിലും തടിക്കഷണങ്ങളിലും ഓലയിലും മറ്റുമായിട്ട് ഒരുമിച്ച് കൂട്ടിയതാണ്. അതിനെ ഒരു മുസ്ഹഫിന്റെ രൂപത്തിലാക്കി അതിൽ വളരെ കൃത്യമായ അധ്യായങ്ങളെ ക്രമമായി കോർത്തിണക്കിക്കൊണ്ട് മുസ്ഹഫിന്റെ രൂപത്തിലാക്കിയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അതിനുള്ള കാരണം വിശുദ്ധ ഖുർആൻ ഏത് രീതിയിൽ ഓതാമെന്നതിന് വിധങ്ങൾക്ക് അവതീർണമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നൽ ഖുർആന ഖദ് ഉൻസില അലാ 7 അഹ്റുഫിൻ വഖറഉ മാ ശിഅത. ഖുർആൻ 7 ഖിറാഅത്തിൽ അവതീർണമായത്. ഈ 7 ശൈലിയിൽ ഏതനുസരിച്ച് നിങ്ങൾക്ക് ഓതാം. എന്നാൽ മുസ്ലിം ലോകത്തിൽ നിന്ന് ഇസ്ലാം അനറബി ദേശങ്ങളിലേക്ക് വ്യാപിച്ചപ്പോൾ അവർക്ക് യാഥാർത്ഥ്യം അറിയത്തില്ലായിരുന്നു. പോകുന്ന അധ്യാപകന്മാരെ പഠിപ്പിക്കുന്നത് മാത്രം ആ ഒരു ഖിറാഅത്തെ അറിയൂ. അസർബൈജാനിലും അർമീനിയയിലും മുസ്ലിം സംഘത്തോടൊപ്പമായിരുന്നു. മുസ്ലിം സംഘമാണെങ്കിൽ ഇറാഖിൽ നിന്നുള്ളവരുണ്ട്, ഷാമിൽ നിന്നുള്ളവരുണ്ട്. ഷാമുകാർ ഖുർആൻ പഠിച്ചിരുന്നത് സയ്യിദുൽ ഖുർആനായ ഉബയ്യ് ഇബ്നു കഅബിൽ നിന്നാണ്, സഹാബിയിൽ. ഇറാഖുകാർ ഖുർആൻ പഠിച്ചിരുന്നത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിൽ നിന്നാണ്. ഈ ഇറാഖുകാർക്ക് അറിയുന്നത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പഠിപ്പിച്ചു കൊടുത്ത ഖുർആനിന്റെ പാരായണ ശൈലി മാത്രമാണ്. ഷാമുകാരുടെ ഉബയ്യ് ഇബ്നു കഅബിന്റെ പാരായണ ശൈലി അറിയില്ല. ഷാമുകാർക്ക് ഉബയ്യ് ഇബ്നു കഅബ് പഠിപ്പിച്ചു കൊടുത്ത പാരായണ ശൈലി മാത്രമേ അറിയുള്ളൂ. ഇറാഖുകാരുടെ പാരായണ ശൈലി അറിയില്ല. നോക്കുമ്പോൾ ഇവർ ഓതുന്നത് അവരോടുന്നത് കടപ്രകാരമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. എത്രത്തോളം യമാൻ നോക്കുമ്പോൾ നീ കാഫിറാണ് എന്ന് പറയുന്ന അവസ്ഥകളുണ്ടായി. കാരണം നീ ഓതുന്ന ഖുർആനല്ല, തഹരീഫാണ്, മാറ്റിത്തിരിച്ച ഖുർആനാണ്. യഥാർത്ഥത്തിൽ ഒരേ ഖുർആനാണ്, ഓതലിന്റെ ശൈലിയിൽ സംഭവിച്ചു പോയ മാറ്റമാണ്. ഈ വിഷയം യമാൻ അർമീനിയയുടെയും അസർബൈജാനിന്റെയും യുദ്ധമുഖത്തു നിന്നും മദീനയിൽ മടങ്ങിയെത്തിയപ്പോൾ അറിയുകയുണ്ടായി, അല്ലയോ ഖലീഫ ഉസ്മാൻ, നിങ്ങളുടെ ഈ സമൂഹം, മുസ്ലിം സമൂഹം ഖുർആനിന്റെ വിഷയത്തിൽ ഭിന്നിക്കുകയാണ്. അവരെ ഖുർആനിന്റെ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറുകളാക്കുന്നത് ഞാൻ കണ്ടു. ഇസ്ലാമിന്റെ തുടക്ക സമയത്തിൽ ഇതാണ് എങ്കിൽ നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? മുൻകഴിഞ്ഞ സമുദായങ്ങൾ അവരുടെ വേദഗ്രന്ഥത്തിന്റെ വിഷയത്തിൽ ഭിന്നിച്ചതുപോലെ ഈ സമുദായം ഖുർആനിന്റെ വിഷയത്തിൽ ഭിന്നിച്ചു കഴിഞ്ഞാൽ എത്ര ദാരുണമായ അവസ്ഥയായിരിക്കും സംജാതമാകാൻ വേണ്ടി പോകുന്നത്. സാഹചര്യം മനസ്സിലാക്കിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരുമിച്ച് കൂട്ടിയ ഖുർആനിനെ ഒരു മുസ്ഹഫിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ മുസ്ഹഫിനെ ലോകാടിസ്ഥാനത്തിൽ നിലവിൽ കൊണ്ടുവരാനും തീരുമാനിച്ചു. ആ മുസ്ഹഫിൽ നോക്കിക്കഴിഞ്ഞാൽ 7 പാരായണ ശൈലിയിലും ഓതാൻ പറ്റുമായിരുന്നു. ആ ഖുർആനിൽ പുള്ളിയും ഹറക്കത്തുകളും ഒക്കെ ഇട്ടത് പിന്നീടാണ്, ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ കാലഘട്ടത്തിലാണ്. 7 പാരായണ ശൈലി അനുസരിച്ചും ആ ഖുർആനിൽ ആ മുസ്ഹഫിൽ നോക്കി ഓതാൻ പറ്റുമായിരുന്നു. അങ്ങനത്തെ മുസ്ഹഫ് എഴുതി തയ്യാറാക്കി
എന്നിട്ട് അതിന്റെ ഒരു പ്രതി മദീനയിൽ സൂക്ഷിച്ചു. രണ്ടാമത്തെ കോപ്പി മക്കയിൽ കൊടുത്തയച്ചു. മൂന്നാമതൊരു കോപ്പി തയ്യാറാക്കി ഷാമിൽ കൊടുത്തയച്ചു. നാലാമതൊരു കോപ്പി തയ്യാറാക്കി ബസറയിൽ കൊടുത്തയച്ചു. അഞ്ചാമതൊരു കോപ്പി തയ്യാറാക്കി കൂഫയിൽ കൊടുത്തയച്ചു. ആറാമതൊരു കോപ്പി തയ്യാറാക്കി യമനിൽ കൊടുത്തയച്ചു. ഏഴാമതൊരു കോപ്പി തയ്യാറാക്കി ബഹ്റൈനിൽ കൊടുത്തയച്ചു. ഇങ്ങനെ 7 മുസ്ഹഫിന്റെ കോപ്പികൾ തയ്യാറാക്കി. എന്തുകൊണ്ടാണ് ഈ 7 പ്രവിശ്യകളിലാണ് അന്ന് ഇസ്ലാമിക കേന്ദ്രമായി അറിയപ്പെട്ട് ജനങ്ങൾ ഇസ്ലാം പഠിക്കാൻ വേണ്ടി സമ്മേളിച്ചിരുന്നത്. ഇങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലത്ത് ചെയ്ത ഖുർആൻ ജംഅ ചെയ്യുക എന്ന് പറയുന്ന യാഥാർത്ഥ്യം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും സഹസ്രാബ്ദം കഴിഞ്ഞിട്ടും ഇന്നും സമുദായത്തിന്റെ ഇടയിൽ വളരെ കൂടുതൽ പ്രയോജനപ്രദമായി നിലനിൽക്കുകയാണ്. അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു: ഖസ്ലതാനി ലൈസതാനി അബീ ബക്കറിൻ വലാ ലി ഉമർ. 2 കാര്യങ്ങൾ അബൂബക്കറിനും ഉമറിനും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒന്ന്, സബ്റുഹു അലാ നഫ്സിഹി അത്താ ഖുതില മദ്ലൂമൻ. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ വിഷയത്തിൽ ക്ഷമ അവലംബിക്കാൻ തയ്യാറായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കപ്പെടുന്നത് അക്രമപരമായി. 2, ജംഉഹു നാസി അലൽ മുസ്ഹഫ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ലിം ലോകത്തിലെ മുഴുവൻ മുസ്ലിം ലോകത്തിലെയും ഒരു മുസ്ഹഫിൽ ഒരുമിച്ചു. ഇന്നും ആ മുസ്ഹഫ് ലോകത്ത് നിലനിൽക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലമായപ്പോൾ ഇസ്ലാം വളരെ കൂടുതൽ പ്രചരിച്ചു. ഹിജാസ് വിട്ട് അനറബി ദേശങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പ്രചരിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു സബ എന്ന് പറയുന്ന യഹൂദി നോക്കുമ്പോൾ ഇസ്ലാം ലോകത്ത് ജയിച്ചടക്കുകയാണ്. ലോകത്തിന് ഇസ്ലാമും മുസ്ലിമീങ്ങളുമായിരിക്കും നേതാക്കന്മാരും ജേതാക്കന്മാരും. അബ്ദുല്ലാഹ് ഇബ്നു സബ എന്ന് പറയുന്ന യഹൂദി മദീനയിൽ വന്ന് മുസ്ലിമായി, ഭാഗ്യമായി മുസ്ലിമായി. എന്നിട്ട് അദ്ദേഹം നോക്കി മുസ്ലിമീങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭിന്നതകൾ ശിഥിലതകൾ ഉണ്ടാക്കാൻ കഴിയുമോ. യഹൂദികളുടെ കുതന്ത്രമാണെന്നും ഇന്നും മുസ്ലിം ലോകത്തിനെ ഭിന്നിപ്പിച്ച് അവരുടെ വ്യത്യസ്തമായ ധ്രുവങ്ങളിലാക്കി പരസ്പരം കൂട്ടിയടിപ്പിക്കുക എന്ന്. അബ്ദുല്ലാഹ് ഇബ്നു സബ എന്ന് പറയുന്ന യഹൂദി മുസ്ലിമായി മദീനയുടെയും അതിന്റെ പ്രാന്തപ്രദേശത്തെയും മുസ്ലിമീങ്ങളുടെ ഇസ്ലാമിന്റെ ബലഹീനത മനസ്സിലാക്കി ബലഹീനരായ 2 ആൾക്കാരുടെ അടുക്കൽ പോയി അദ്ദേഹം കൂടി അഹ്ലു ബൈത്തിന്റെ വലിയ സ്നേഹിതനായ അവതരിച്ചു. നബിതങ്ങളുടെ കുടുംബക്കാരോട് ഞാൻ സ്നേഹമുള്ളയാണ്. അങ്ങനെ അദ്ദേഹത്തിനോട് വലിയ താല്പര്യമായി വലിയ ഒരു ജനസമൂഹത്തിൽ അദ്ദേഹം നോക്കുമ്പോൾ തന്റെ കീഴിൽ ഒരു അണികൾ ഒരുമിച്ച് കൂടി എന്ന് മനസ്സിലാക്കിയപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു സബ അദ്ദേഹത്തിന്റെ ആദ്യ അസ്ത്രമേതു. ഈ മുസ്ലിമീങ്ങളുടെ കാര്യം ആശ്ചര്യം തന്നെയാണ്. അവർ പറയുന്നു, ഈസാ നബി അന്ത്യദിനത്തിനോട് അടുക്കുമ്പോൾ ഇറങ്ങി വരുന്നു. എന്നിട്ട് പറയുന്നു, മുഹമ്മദ് ലോകത്തിന്റെ എല്ലാ പ്രവാചകന്മാരുടെ ഇമാമാണ് എന്ന്. പിന്നെ എന്തുകൊണ്ട് ഇമാമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് ഇറങ്ങി വരുന്നത്? ബലഹീനരായ മുസ്ലിമുകൾ ഇതിന്റെ ഇതേ പറയുന്നത് ശരിയാണ്. യഥാർത്ഥത്തിൽ ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർണ്ണതയാണ് അറിയിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയായി ഈസാ നബി അലൈഹിസ്സലാം ഒരു വേദഗ്രന്ഥം നൽകപ്പെട്ട പ്രവാചകൻ വരികയാണ്. ഈസാ നബി ഒരിക്കലും ഈസാ നബിയുടെ ശരീഅത്തല്ല പ്രബോധനം ചെയ്യുന്നത്. ഈസാ നബി അലൈഹിസ്സലാമയ്ക്ക് അവതീർണമായി ഇൻജീലുമല്ല പ്രബോധനം ചെയ്യുന്നത്. നേരെ മറിച്ച് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തിന്റെ പ്രചാരകനും പ്രബോധകനുമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആനിന്റെ പ്രബോധകനായിട്ടാണ് ഈസാ നബി അലൈഹിസ്സലാം വരുന്നത്. ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്പൂർണ്ണതയെ വിളിച്ചറിയിക്കുന്ന കാര്യമാണ്. ബലഹീനരായ മുസ്ലിമീങ്ങൾ അത് മനസ്സിലാക്കിയില്ല. ഇന്നും ഇങ്ങനെ ധാരാളം കിംവദന്തികൾ ആശയപരമായും ആദർശപരമായും മുസ്ലിം ഹൃദയങ്ങളെ വികലമാക്കുന്ന സങ്കല്പങ്ങൾ പല ഭാഗത്തും അടിച്ചേൽപ്പിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്നവരും എഴുതുന്നവരും ഉണ്ട്. അതൊക്കെ
രണ്ടാമത് വീണ്ടും അബ്ദുല്ലാഹ് ഇബ്നു സാബ എന്ന് പറയുന്ന യഹൂദി അല്ലാഹുവിന്റെ പ്രവാചകൻ, എല്ലാ പ്രവാചകന്മാർക്കും ഒരു വസിയുണ്ട്, ഒരു നല്ല കൂട്ടുകാരൻ, ഉപദേശകനുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വസി കൂട്ടുകാരൻ അലിയാണ്. കുറെ സാധാരണക്കാരിൽ ഇങ്ങനെ ഏറ്റുപാടാൻ വേണ്ടി തുടങ്ങി. ഈ അസ്ത്രവും അസ്ഥാനത്തായില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വിശലിപ്തമായ മൂന്നാമത്തെ അസ്ത്രം എഴുതുകയാണ് അബ്ദുല്ലാഹ് ഇബ്നു സാബ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ വഫാത്തായതിനു ശേഷം മുസ്ലിം ലോകത്തിന്റെ അധികാരം ഖിലാഫത്ത് കിട്ടേണ്ടുന്ന ആർക്കാണ്? നബി തങ്ങളുടെ മകളുടെ ഭർത്താവായ അലിയാർ തങ്ങൾക്കായിരുന്നു. അബൂബക്കറും ഉമറും അതിനെ അക്രമപരമായി കയ്യേറ്റം ചെയ്തു. ഇപ്പോൾ നിലവിലെ ഖലീഫയായ ഉസ്മാൻ അതിനെ അക്രമപരമായി കയ്യേറ്റം ചെയ്തു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിലവിലെ ഖലീഫയെ വധിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്ഥാനഭ്രഷ്ടനാക്കണം. ഈ സന്ദർഭത്തിൽ ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവരം അറിയിക്കുന്നു. അബ്ദുല്ലാഹ് ഇബ്നു സാബയെ വിളിപ്പിച്ചു, താക്കീത് നൽകി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സോഫ്റ്റ് പ്രകൃതിക്കാരനായി. തന്റെ കല്ല് വെളിച്ചത്തായി എന്ന് മനസ്സിലായപ്പോ അദ്ദേഹം ഉണ്ടാക്കി വെച്ച ഒരു അണികൾ ഹിജാസിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ അദ്ദേഹം തയ്യാറാക്കിയ ഒരു സംഘത്തിനെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം നേരെ ബസറയിൽ പോയി. അവിടെയും അദ്ദേഹം പ്രവർത്തിച്ചു, ഒരു സംഘത്തിനെ തയ്യാറാക്കി. ബസറയിലെ ഗവർണറായ അബ്ദുല്ലാഹ് ഇബ്നു ആമിർ അറിഞ്ഞപ്പോ ഈ അബ്ദുല്ലാഹ് ഇബ്നു സാബയെ വിളിച്ചിട്ട് നാട് കടത്തി. അവിടെ നേരെ കൂഫയിൽ പോയി. കൂഫയിലും അദ്ദേഹം വലിയൊരു സംഘത്തിനെ തയ്യാറാക്കി. അവിടുത്തെ ഖലീഫയായ അബ്ദുല്ലാഹ് ഇബ്നു ആസ് ഈ സംഘം അറിഞ്ഞപ്പോ, ഈ സംഭവം അറിഞ്ഞപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു സാബയെ വിളിച്ച് താക്കീത് നൽകി. അവിടെ നിന്ന് ഷാമിലേക്ക് പോയി. ഷാമിൽ ശരിയായി പരിശ്രമിക്കാനുള്ള വൈദാനിയൊന്നും കിട്ടാത്തത് കൊണ്ട് നേരെ ബസറയിൽ വന്നു. ഇങ്ങനെ കൂഫയിലും ബസറയിലും ഹിജാസിലും അദ്ദേഹം ഉണ്ടാക്കി വെച്ച ഒരു സംഘമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിൽ കലാശിച്ചത്. സാധാരണക്കാരായ എട്ടും പൊട്ടും തിരിയാത്ത നിഷ്കളങ്കരായ മുസ്ലിമീങ്ങളും അതിൽ പങ്കുകാരായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട് വളർന്ന് ഏതാനും ദിവസം മുസ്ലിം ലോകത്തെ വെള്ളം കിട്ടാതെ വന്നപ്പോ ബീറുമ എന്ന് പറയുന്ന കിണർ 20,000 ദിർഹമിന് വാങ്ങിക്കൊടുത്ത് അവരെ വെള്ളം കുടിപ്പിച്ച അതേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വെള്ളം തടയപ്പെട്ട നിലയിൽ, ഭക്ഷണം തടയപ്പെട്ട നിലയിൽ വീട്ടിൽ പ്രശ്നം കൽപ്പിക്കപ്പെട്ടു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നു. വീടിനെ വളർന്നു. ഈ സന്ദർഭത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന ആൾക്കാരോട് പറയുകയുണ്ടായിരുന്നു, നിങ്ങൾ ഇദ്ദേഹത്തിനെ കൊന്നാലും ഇദ്ദേഹത്തിനെ വെറുതെ വിട്ടാലും ഞാൻ ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരു യാഥാർത്ഥ്യം പറഞ്ഞു തരാം. ഇന്നഹു കാന യുഹ്യി ലൈല ഫീ റകഅത്തിൻ യജ്മഉ ഫീഹാ ഖുർആൻ. ഇദ്ദേഹം രാത്രിയെല്ലാം നിന്ന് നിസ്കരിക്കുന്നയാളാണ്. ഒരു റകഅത്തിൽ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെയും ഓതി തീർത്തയാളാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. എന്താണെങ്കിലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്നു. എന്നിട്ട് കൂടി അദ്ദേഹത്തിനെതിരിലുണ്ടായ അവാന്തര വിഭാഗത്തിനെതിരിൽ പൂർണ്ണമായും ആക്ഷൻ എടുക്കാൻ കഴിയുമായിരുന്നിട്ടും അദ്ദേഹം വിട്ടുവീഴ്ചയാണ് സ്വീകരിച്ചത്. ചരിത്രകാരന്മാർ എഴുതുന്നുണ്ട്, ആദം നബി അലൈഹിസ്സലാമിന്റെ മകനായ ഹാബീൽ ഖാബീലിന് വിട്ടുവീഴ്ച നൽകിയതിനു ശേഷം ഹാബീലിനോട് പറഞ്ഞതിനെ കൊല്ലും. ആരെങ്കിലും നമ്മളെ കൊല്ലുമെന്ന് പറഞ്ഞ ആയുധമായിട്ടൊന്നും നമ്മൾ വെറുതെ നിൽക്കില്ലല്ലോ, നമ്മൾ പ്രതികരിക്കും. ഈ സന്ദർഭത്തിൽ ഹാബീൽ ഖാബീലിനോട് എന്നാ പറഞ്ഞത്? വത്ലു അലൈഹിം നബഅ ബിനൈ ആദമ ബിൽ ഹഖ് إذ قربا قربانا فتقبل من أحدهما ولم يتقبل من الآخر قال إني أقتلك. الله سبحانه وتعالى قرآن شريف الفضيلة واتل عليهم نبأ بني آدم بالحق
ആദം നബി അലൈഹിസ്സലാമിന്റെ 2 മക്കളുടെ ചരിത്ര പശ്ചാത്തലം നിങ്ങൾ സമുദായത്തിനോട് പറഞ്ഞു കൊടുക്കണം. ഇത് ഹാബീലും ഖാബീലും എന്ന് പറയുന്ന 2 മക്കൾ അല്ലാഹുവിന് ഖുർബാൻ സമർപ്പിച്ചു. അല്ലാഹു ഒരാളുടെ ഖുർബാൻ സ്വീകരിച്ചു. വലം യുതഖബ്ബൽ മിനൽ ആഖരി, രണ്ടാമത്തെ ആളുടെ ഖുർബാൻ സ്വീകരിച്ചില്ല. ഖാബീലിന്റെ ഖുർബാൻ സ്വീകരിച്ചു. ഖാബീലിന്റെ ഹൃദയത്തിൽ അരിശമുണ്ടായി, അസൂയുണ്ടായി. ഹാബീൽ സഹോദരനായ ഹാബീലിനോട് പറഞ്ഞു, തീർച്ചയായും ഞാൻ നിന്നെ കൈകാര്യം ചെയ്യും, നിന്നെ ഞാൻ കൊല്ലും. മുത്തഖീങ്ങളിൽ നിന്നാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. ഹാബീൽ ഖാബീലിനോട് പറഞ്ഞു, ലഇൻ ബസത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസിതി യദി ലിയഖ്തുലക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. ലഇൻ ബസത ഇലയ്യ യദക ലിതഖ്തുലനി, നീ എന്നെ ക്രൂശിക്കാനും കൊല ചെയ്യാനും കൈ നീട്ടിയാൽ ഞാൻ എന്റെ കരങ്ങളെ നിനക്കെതിരിൽ നീട്ടില്ല. ഇന്നി അഖാഫുല്ലാഹ്, തീർച്ചയായും ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നുണ്ട്. ഇങ്ങനെ ഹാബീൽ ഖാബീലിനോട് പറഞ്ഞതിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് അദ്ദേഹത്തിന്റെ അനുയായികൾ വീട് വടയം ചെയ്ത് അദ്ദേഹത്തിനെ വധിക്കാൻ വേണ്ടി ഒരുപ്പെട്ടപ്പോഴും അദ്ദേഹം ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറായി. പലരും എതിരെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ചൊടിപ്പിച്ചു. നിങ്ങളുടെ ഖലീഫയാണ്, നിങ്ങൾക്ക് വീട്ടിന്റെ അടുക്കലുള്ള മസ്ജിദ് നബവിയിൽ പോയി ഇമാമ് നിൽക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ എന്തിനാണ് ഈ കാബാലികൾക്കെതിരെ നിശബ്ദത പാലിക്കുന്നത്? നിങ്ങളവരെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഖിലാഫത്ത് മറ്റാരെങ്കിലും ഏൽപ്പിക്കണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അല്ലയോ ഉസ്മാൻ, ജനങ്ങൾ നിങ്ങളെ ഒരു വസ്ത്രം ധരിപ്പിക്കണം. ജനങ്ങൾ തന്നെ പറയും ആ വസ്ത്രം നിങ്ങൾ ഊരി വെക്കണമെന്ന്. നിങ്ങൾ ഒരിക്കലും അത് ഊരി വെക്കരുത്, അത് ഖിലാഫത്തിന്റെ വസ്ത്രം. നബിതങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഖിലാഫത്തിന്റെ വസ്ത്രം ജനങ്ങൾ തന്നെ അണിയിച്ചിട്ട് അവർ തന്നെ പറയും മാറാൻ വേണ്ടി. ഒരിക്കലും നിങ്ങൾ മാറിക്കളയരുത്. ഇങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നഫ്സിന്റെ വിഷയത്തിൽ ക്ഷമ അവലംബിക്കുകയുണ്ടായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അലി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, കാന ഉസ്മാൻ മിനല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ثم اتقوا وآمنوا ثم اتقوا وأحسنوا والله يحب المحسنين. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു പറഞ്ഞതിന്റെ പ്രതീകമാണ് ഉസ്മാൻ. അല്ലാഹു സൂറത്തുൽ മുഅ്മിനീനിലെ ഒരു വിഭാഗം ആൾക്കാരെ കുറിച്ച് പറഞ്ഞു, അവര് ഈമാനുള്ളവരായിരിക്കും, സൽക്കർമ്മമുള്ളവരായിരിക്കും, പിന്നെയും അല്ലാഹുവിനെ സൂക്ഷിക്കും, പിന്നെയും ഹൃദയത്തിലെ ഈമാനിൽ ആർദ്രതയുണ്ടാക്കും, വീണ്ടും അല്ലാഹുവിനെ പേടിക്കും, വീണ്ടും സുഹൃത്തുക്കൾ വർദ്ധിപ്പിക്കും. അങ്ങനെയുള്ളയാളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ സ്നേഹിക്കുമായിരുന്നു. ഒരിക്കൽ ഉളു എടുത്തു കഴിഞ്ഞപ്പോൾ ചിരിക്കുകയാണ്. കൂട്ടുകാരോട് ചെന്നാൽ ഉളു എടുത്ത് ചിരിക്കുന്നത്. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ ഉളു എടുത്തതിന് ശേഷം ചിരിക്കുന്നതായി. ഇങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടിയ സഹാബി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്തിന്റെ 3ാമത്തെ ഖലീഫയായിരുന്നു. അദ്ദേഹം ഖലീഫയാകുമ്പോൾ 68 വയസ്സ് പ്രായമുണ്ടായിരുന്നു. 12 വർഷമാണ് അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് നടന്നത്. ലോകത്ത് ധാരാളം ദീനിയായ നേട്ടങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിലൂടെ ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും സഹാബാക്കളെ പഠിക്കാനും അവരുടെ ജീവിതത്തെ കൃത്യമായി മാതൃകയാക്കാനും തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.